റോഡുവക്കിൽ ചെരുപ്പു തുന്നാനിരിക്കുന്ന റിട്ടയേർഡ് KSEB ഉദ്യോഗസ്ഥനെപ്പറ്റി വൈറൽ കുറിപ്പുമായി ഡോക്ടർ ആശ ഉല്ലാസ്. തന്റെ ബാഗിന്റെ സിപ്പ് പൊട്ടിപ്പോയത് മാറ്റിയിടാനായി കൊല്ലത്തേക്ക് പോകുന്ന വഴി ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോയപ്പോഴുണ്ടായ ഡോക്ടർ ആശയുടെ അനുഭവമാണ് കുറിപ്പിലുള്ളത്. ബാഗു നന്നാക്കാൻ കൊടുത്തപ്പോൾ 10 മിനിറ്റ് എടുക്കും, വെയിറ്റ് പണ്ണുങ്കോ അമ്മ എന്ന് തമിഴ് കലർന്ന മലയാളത്തിൽ എന്നോട് ഭവ്യതയോടെ പറഞ്ഞു. ബാഗു നന്നാക്കാൻ കാത്തുനിൽക്കുന്നതിനിടയിൽ ഞാൻ വെറുതെ വിശേഷമൊക്കെ തിരക്കി. പേര് പരാശക്തി, നാട് അടിമാലി, ഇടുക്കി. KSEBയിലായിരുന്നു ജോലി. റിട്ടയർഡായി. BSc കഴിഞ്ഞതാണ്. ഇപ്പോൾ വയസ്സ് 70-നടുത്തായി. KSEBയിൽ നിന്ന് റിട്ടയറായപ്പോൾ മിക്കവരും വിശ്രമിക്കുന്ന പ്രായത്തിൽ പക്ഷേ പരാശക്തി ബന്ധുക്കളുള്ള കൊല്ലത്തേക്ക് വണ്ടി കയറി. റിട്ടയർമെന്റ് കാശിന് ഇടുക്കിയിൽ 3 ഏക്കർ ഏലത്തോട്ടവും അതിലൊരു വീടും വാങ്ങിയിട്ടു. കൊല്ലത്ത് വന്നിട്ട് വെറുതെ ഇരുന്നില്ല. ആരോഗ്യമുള്ളപ്പോൾ കെട്ടിടപ്പണിക്ക് പോയി. കിട്ടിയ എല്ലാ ജോലിയും ചെയ്തു. വാർദ്ധക്യം ശരീരത്തെ തളർത്തിയപ്പോൾ വഴിയോരത്ത് ചെരുപ്പും ബാഗും നന്നാക്കുന്ന ആശാന്റെ കൂടെ പോയിരുന്നു. പണി പഠിച്ചു. ഇന്ന് ആശാനില്ല. അതേ സ്ഥലത്ത് പരാശക്തി ആ ജോലി തുടർന്നു. KSEB പെൻഷനുണ്ട്. എന്നിട്ടും രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ വെയിലും മഴയും കൊണ്ട് ചെരുപ്പ് തുന്നുന്നു. കൊല്ലത്ത് വന്ന് ജോലി ചെയ്ത പൈസയ്ക്ക് 5 സെന്റ് സ്ഥലം വാങ്ങി ഒരു വീട് വെച്ചു, സ്വന്തം അധ്വാനത്തിൽ. 5 വർഷം മുൻപ് ഭാര്യ മരിച്ചു. മകൾ നഴ്സിംഗ് കഴിഞ്ഞ് പോണ്ടിച്ചേരി ജോലിക്ക് കയറി. ഇപ്പോൾ കൊല്ലത്തെ വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു. ഇടുക്കിയിലെ ഏലത്തോട്ടം പാട്ടത്തിനു കൊടുത്തിരിക്കുന്നു. കൊല്ലത്ത് ഒരു ചെറിയ മുറി വാടകയ്ക്കെടുത്ത് താമസം. സ്വന്തം പാചകം. മോൾ ഇടയ്ക്കു വരും. ഏലത്തോട്ടം മഹീന്ദ്ര കമ്പനി വാങ്ങാൻ വന്നിരിക്കുന്നു. പറഞ്ഞ വില കിട്ടിയാലേ കൊടുക്കൂ എന്ന ഉറച്ച നിലപാട്. പെൻഷനുണ്ട്. എന്നിട്ടും ജോലി ചെയ്യുന്നു. കാരണം അയാൾക്കറിയാം, വിശ്രമം ശരീരത്തിനാണ്, മനസ്സിനല്ല. 3 ഏക്കർ ഏലത്തോട്ടത്തിന്റെ ഉടമയാണ്. പറഞ്ഞു വന്നാൽ ചെറിയൊരു കോടീശ്വരനാണ്. എന്നിട്ടും തെരുവിലിരിക്കുന്നു. കാരണം അയാൾക്കറിയാം, അന്തസ്സ് കുപ്പായത്തിലല്ല, അധ്വാനത്തിലാണ്. മകൾ നേഴ്സാണ്. എന്നിട്ടും മകൾക്ക് ഭാരമാകുന്നില്ല. കാരണം അയാൾക്കറിയാം, മക്കൾ നമ്മുടെ സ്വത്തല്ല, നമ്മുടെ സ്നേഹമാണ്, അവരെ വിൽക്കാനുള്ളതല്ല. ഭാര്യ പോയിട്ട് 5 വർഷമായി. എന്നിട്ടും തളർന്നില്ല. കാരണം അയാൾക്കറിയാം, ഒറ്റയ്ക്കായാലും നട്ടെല്ല് നിവർന്നേ നിൽക്കാവൂ. എല്ലാം ഉണ്ടായിട്ടും ഇന്നും 6 മുതൽ 6 വരെ പണിയെടുക്കുന്നു. കാരണം അയാൾക്കറിയാം, വിയർക്കുന്നത് നിർത്തുന്ന അന്ന് മരിക്കുന്നത് തുടങ്ങും. നമ്മളിൽ പലരും 25 വയസ്സിൽ പറയുന്നു ജീവിതം മടുത്തുവെന്ന്, 30 വയസ്സിൽ പറയുന്നു അവസരമില്ല എന്ന്, 40 വയസ്സിൽ പറയുന്നു ഇനി സമയമില്ല എന്ന്, 50 വയസ്സിൽ പറയുന്നു ഇനി വയ്യ എന്ന്. വാർദ്ധക്യം ഒരു അസുഖമല്ല, ഒഴിവുകഴിവാണ് അസുഖം. പരാശക്തി സാറിന് ഒരു ബിഗ് സല്യൂട്ട്. ഇങ്ങനത്തെ മനുഷ്യരാണ് നമ്മുടെ നാടിന്റെ നട്ടെല്ല്. ഇവരെ പോലുള്ളവരാണ് ഈ ലോകത്തെ മനോഹരമാക്കുന്നതും. പ്രായം തളർത്താത്ത പോരാളി. ഇവരുടെ കഥയാണ് പാഠപുസ്തകത്തിൽ വരേണ്ടത്. ഡോക്ടർ ആശ ഉല്ലാസ് വ്യക്തമാക്കുന്നു.